ശ്രീ എസ് സുരേഷിലേക്കാണ് പോകുന്നത്. ശ്രീ എസ് സുരേഷ്, എന്തുകൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സ്റ്റേയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഘട്ടം വരുമ്പോൾ പോലും കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും സ്റ്റേക്കെതിരെ ഒരു നിലപാട് പോലും ഇന്ന് സുപ്രീം കോടതിയിൽ സ്വീകരിക്കാതിരുന്നത്? ശ്രീ എസ് സുരേഷ്. അല്ല ശ്രീ ഹാഷ്മി, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ എക്കാലത്തും വളരെ സുവ്യക്തമായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ ജനാധിപത്യപരമായിരുന്നു. ഇത്രയും സമരങ്ങൾ ഈ ഒരു വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു കർഷക സംഘടനകൾ ഇത്രയും സമരം ഇവിടെ ചെയ്തപ്പോഴും ഏകദേശം 8 പ്രാവശ്യം ഔദ്യോഗികമായും 25-ൽ പരം പ്രാവശ്യം അനൗദ്യോഗികമായും കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയും വിവിധ മന്ത്രിമാരും നിരന്തരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ കർഷക സംഘടനകൾ ഒരൊറ്റ ആവശ്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിലെ ഏതെങ്കിലും വകുപ്പെടുത്ത് മാറ്റണമെന്നോ ഇത് കർഷകർക്ക് ഗുണകരമായിട്ട് അവർക്കെന്തെങ്കിലും പുതുതായിട്ടുള്ള നിർദ്ദേശങ്ങളോ ഒന്നുമില്ല. ഇത് പാടെ ഈ 3 നിയമങ്ങളും റദ്ദ് ചെയ്യണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനോട് മാത്രമേ കേന്ദ്ര സർക്കാരിന് വിയോജിപ്പുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഏത് വകുപ്പും എങ്ങനെയും എപ്പോഴും അവർ നിശ്ചയിക്കുന്ന സമയത്ത്, കർഷകർ നിശ്ചയിക്കുന്ന സ്ഥലത്ത് എത്ര മണിക്കൂർ വേണമെങ്കിലും ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നു. മാത്രമല്ല, അവസാനം 8ാം റൗണ്ട് ചർച്ചയും പരാജയപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഈ കർഷക പ്രതിനിധികളോട് പറഞ്ഞു, നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പൊക്കോളൂ, ഞങ്ങൾ സുപ്രീം കോടതി പറയുന്നത് കേൾക്കാം എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേസെത്തിയ സമയത്ത് സർക്കാർ തന്നെ പറഞ്ഞു, സുപ്രീം കോടതി എന്താണോ തീരുമാനിക്കുന്നത് അത് ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. സർക്കാരിന്റെ താല്പര്യങ്ങളാണ് ശ്രീ സുരേഷ്. സുപ്രീം കോടതിയിലേക്ക് പോകണം എന്ന് കർഷക സംഘങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും തീരുമാനിച്ചിട്ടില്ല. അവർക്ക് അഭയം വേണ്ടത് സുപ്രീം കോടതിയിൽ നല്ല കേന്ദ്ര സർക്കാരിൽ നിന്നാണ്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് അവർക്ക് പിൻവലിച്ചു കിട്ടേണ്ടത്. അതുകൊണ്ട് അവർ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അവർ ആകാംക്ഷാപൂർവ്വം സുപ്രീം കോടതി എന്ത് പറയുന്നു എന്ന് കാത്തിരിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി നിയമിക്കുന്ന സമിതിയോട് അവർക്ക് യോജിപ്പില്ല, അതുമായി സഹകരിക്കില്ല. അങ്ങ് പറഞ്ഞില്ലേ നിയമം പിൻവലിക്കലാണ് കർഷകരുടെ ആവശ്യമെന്ന്. ഇപ്പോഴും കൊടും ശൈത്യത്തിൽ 42ാം ദിവസം സമരം തുടരുന്ന കർഷകരുടെ ഏക ആവശ്യം സമിതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുപ്രീം കോടതി എന്തു പറഞ്ഞാലും ഇല്ലെങ്കിലും ആ സമരം പിൻവലിക്കൽ മാത്രമാണ്. ശ്രീ സുരേഷ്. ഹാഷ്മി, സമരം പിൻവലിക്കുക എന്നുള്ളതാണ് സുപ്രീം കോടതിയും ഇന്നലെ പറഞ്ഞത്. മാത്രമല്ല, ഇവിടെ ഈ ബില്ല് പിൻവലിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഒരു 80 കോടിയിൽ പരം വരുന്ന കർഷകരിൽ ഒരു 1-2 ലക്ഷം ആൾക്കാർ പല പ്രാവശ്യമായിട്ട് പലയിടത്തും സമരത്തിനിറങ്ങി എന്ന് പറഞ്ഞ് 80 കോടി കർഷകനെ കുരുതി കൊടുക്കാൻ, പഴയതുപോലെ ഏജന്റ് രാജിന് വിട്ടുകൊടുക്കാൻ, കർഷകന് രാജാവാകാൻ പറ്റുന്ന ഒരു ബില്ലിൽ ഏജന്റുമാരുടെ വിടുപണി ചെയ്യുന്നവർക്ക് വിട്ടുകൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറില്ല. അതുകൊണ്ട് അത് ഇന്ന് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഈ ബില്ല് റദ്ദ് ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറായില്ല എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിന് കിട്ടിയ വലിയൊരു നേട്ടമാണ്. അതേ സമയത്ത് നരേന്ദ്രമോദി സർക്കാർ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഒരു വിദഗ്ധ സമിതി ഉണ്ടാക്കി, സർക്കാരിൽ വിശ്വാസമില്ലെങ്കിൽ ഒരു വിദഗ്ധ സമിതി സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലുണ്ടാക്കി അത് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് BKUവിൻ്റെ പ്രസിഡന്റിനെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദഗ്ധ സമിതി ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, കേന്ദ്ര സർക്കാർ ഈ ബില്ല് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. സുപ്രീം കോടതി ബില്ല് റദ്ദാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ വിദഗ്ധ സമിതിയുമായിട്ട് സഹകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ സംഘടനകൾ, സമരം ചെയ്യുന്ന സംഘടനകളെ സംബന്ധിച്ച് ആദ്യം മുതൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു? അവർ ഇന്ത്യയുടെ പാർലമെൻറ്റിനെ അംഗീകരിക്കുന്നില്ല, ഇന്ത്യയുടെ രാജ്യസഭയെ അംഗീകരിക്കുന്നില്ല, ഇന്ത്യയുടെ രാഷ്ട്രപതി ഒപ്പിട്ട ബില്ല് അംഗീകരിക്കുന്നു. ഹാഷ്മി, ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. ഇന്ത്യയുടെ പാർലമെന്റിനെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്ര പ്രധാനപ്പെട്ട ഒരു നിയമം പാർലമെന്റിൽ ചർച്ച ചെയ്യണ്ടേ? ആ ഡിവിഷൻ ആവശ്യപ്പെടുമ്പോൾ അത് വോട്ടിനിടണ്ടേ? സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യണ്ടേ? ഈ പറഞ്ഞ കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യണ്ടേ? ഒരു ചർച്ചയും ഒരു ഘട്ടത്തിലും നടത്താതെ ഈ പറയുന്ന എല്ലാ സഭകളെയും ഇരുട്ടിൽ നിർത്തി ഒരു തീരുമാനമെടുക്കുക. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ക്ലോസ് ചർച്ചയാവാം, പ്രത്യേക സമിതിക്ക് മുന്നിൽ ചർച്ചയാകാം. എന്ത് കാര്യം? ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്യണമായിരുന്നു. ശ്രീ സുരേഷ്. ഹാഷ്മി, ഇതിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇവിടെ ഞങ്ങൾ പറയുന്നത്, ഇവർ പാർലമെൻറ്റിനെയോ രാഷ്ട്രപതിയെയോ അംഗീകരിക്കുന്നില്ല, ഇന്ത്യയുടെ ഭരണകൂടത്തെ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു, സുപ്രീം കോടതിയെ പോലും അംഗീകരിക്കാത്ത ഈ രാജ്യത്തിനെതിരായിട്ടുള്ള ഏതൊക്കെയോ ശക്തികൾ പുറകിൽ നിന്ന് ചലിപ്പിക്കുന്ന യന്ത്രങ്ങളായിട്ട് ഈ കർഷകരുടെ പേരിൽ നടക്കുന്ന സമരം ഇന്ത്യയിൽ മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ദുരന്തപൂർണമായ ചിത്രമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഇവരുടെ അഭിഭാഷകർ ഹാജരാവാതിരിക്കുകയും സുപ്രീം കോടതിയെ വിധിയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നതും ഇതിന്റെ പിന്നിൽ ഇന്ത്യക്ക് വിരുദ്ധമായ ഇന്ത്യയിലെ 135 കോടി